എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നെബൂഖദ്നേസറിനോട് കൽദയർ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? ഉത്തരം അരാമ്യ ഭാഷയിൽ. ദാനിയേൽ പ്രവചനം 2:1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ഇരുമ്പ് എങ്ങനെയാണ് സകലത്തെയും കീഴടക്കുന്നത്? ഉത്തരം തകർത്ത്. ദാനിയേൽ പ്രവചനം 2:40. അടുത്ത ചോദ്യം: വിചാരങ്ങളാൽ പരവശനായത് ആരാണ്? ഉത്തരം ദാനിയേൽ. ദാനിയേൽ പ്രവചനം 4:19. അടുത്ത ചോദ്യം: ആരോട് സദൃശനായ ഒരുവനാണ് ആകാശമേഘങ്ങളോട് വരുന്നതായി ദാനിയേൽ രാത്രി ദർശനത്തിൽ കണ്ടത്? ഉത്തരം മനുഷ്യപുത്രനോട്. ദാനിയേൽ പ്രവചനം 7:13. അടുത്ത ചോദ്യം: ആകാശത്തിന് കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലാത്തത് സംഭവിച്ചത് എവിടെയാണ്? ഉത്തരം യെരൂശലേമിൽ. ദാനിയേൽ പ്രവചനം 9:12. അടുത്ത ചോദ്യം: യഹോവ ആകാശത്ത് നിന്ന് ഉത്തരം നൽകുമ്പോൾ ഭൂമിക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? ഉത്തരം ആകാശം. ഹോശേയ പ്രവചനം 2:21. അടുത്ത ചോദ്യം: ഇസ്രയേൽ പരസംഗം ചെയ്താലും ആരാണ് അപരാധം ചെയ്യാതെ ഇരിക്കേണ്ടത്? ഉത്തരം യഹൂദ. ഹോശേയ പ്രവചനം 4:15. അടുത്ത ചോദ്യം: ആരാണ് വഞ്ചനയുള്ള വില്ലുപോലെ ആയത്? ഉത്തരം എഫ്രയീം. ഹോശേയ പ്രവചനം 7:11-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആർക്കാണ് തൻ്റെ മക്കളെ ഘാതകന്റെ അടുക്കൽ പുറത്തു കൊണ്ടു ചെല്ലേണ്ടി വരുന്നത്? ഉത്തരം എഫ്രയീമിന്. ഹോശേയുടെ പ്രവചനം 9:13. അടുത്ത ചോദ്യം: ആർക്കാണ് അത്യന്തം വലുതായ പാളയമുള്ളത്? ഉത്തരം യഹോവയ്ക്ക്. യോവേൽ പ്രവചനം 2:11. അടുത്ത ചോദ്യം: ആരാണ് പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരയേണ്ടത്? ഉത്തരം പുരോഹിതന്മാർ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ. യോവേൽ പ്രവചനം 2:17. അടുത്ത ചോദ്യം: ശിത്തീം താഴ്വരയെ നനയ്ക്കുന്ന ഉറവ് പുറപ്പെടുന്നത് എവിടെ നിന്നുമാണ്? ഉത്തരം യഹോവയുടെ ആലയത്തിൽ നിന്ന്. യോവേൽ പ്രവചനം 3:18. അടുത്ത ചോദ്യം: കരുവേലകങ്ങൾ പോലെ ശക്തിയുള്ളവൻ ആരാണ്? ഉത്തരം അമോര്യൻ. ആമോസ് പ്രവചനം 2:19. അടുത്ത ചോദ്യം: പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുവാൻ എന്താണ് വേണ്ടത്? ഉത്തരം കുടുക്ക്. ആമോസ് പ്രവചനം 3:5. അടുത്ത ചോദ്യം: യഹോവ കൽപ്പിക്കുമ്പോൾ വലിയ വീട് ഇടിഞ്ഞു പോകും. അങ്ങനെയെങ്കിൽ ചെറിയ വീടിന് എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം പിളർന്നും തകർന്നും പോകും. ആമോസിൻ്റെ പ്രവചനം 6:11. അടുത്ത ചോദ്യം: ആർക്കും കെടുത്തുവാൻ കഴിയാത്ത തീ പോലെ യഹോവ ചുടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം യോസെഫ് ഗ്രഹം. ആമോസിൻ്റെ പ്രവചനം 5:6. അടുത്ത ചോദ്യം: ആർക്കൊക്കെയാണ് യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നത്? ഉത്തരം സകല ജാതികൾക്കും. ഓബദ്യാവിൻ്റെ പ്രവചനം 15-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസഹാക്ക് ഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം അമസ്യാവ്. ആമോസിൻ്റെ പ്രവചനം 7:14-16 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആരുടെ ദേശമാണ് അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടുന്നത്? ഉത്തരം അമസ്യാവിൻ്റെ. ആമോസിൻ്റെ പ്രവചനം 7:14-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: സിയോനിൽ നിന്ന് ഉപദേശം പുറപ്പെടും, യെരൂശലേമിൽ നിന്ന് എന്താണ് പുറപ്പെടുന്നത്? ഉത്തരം യഹോവയുടെ വചനം. മീഖ പ്രവചനം 4:2. അടുത്ത ചോദ്യം: പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി എന്തു വാങ്ങി ന്യായം വിധിക്കുന്നു? ഉത്തരം പ്രതിഫലം വാങ്ങി. മീഖ പ്രവചനം 7:3.
അടുത്ത ചോദ്യം, പൂർവാധിപത്യം യെരൂശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും, ആർക്കാണ്? ഉത്തരം, ഏതെർ ഗോപുരത്തിന്. മീഖാ പ്രവചനം 4:8. അടുത്ത ചോദ്യം, ദേശത്തെ അരമനകളിൽ ആര് ചവിട്ടുമ്പോഴാണ് അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷപ്രഭുക്കന്മാരെയും നിർത്തുന്നത്? ഉത്തരം, അശ്ശൂർ. മീഖാ പ്രവചനം 5:5. അടുത്ത ചോദ്യം, നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും ശൂന്യമായി തീരുന്നത് എന്താണ്? ഉത്തരം, ഭൂമി. മീഖാ പ്രവചനം 7:13. അടുത്ത ചോദ്യം, ആരാണ് പടം കൊഴിച്ച് പറന്നു പോകുന്നത്? ഉത്തരം, വിട്ടിൽ. നഹൂം പ്രവചനം 3:16. അടുത്ത ചോദ്യം, ആർക്കു വേണ്ടിയാണ് യഹോവ തൻ്റെ കോപം സംഗ്രഹിക്കുന്നത്? ഉത്തരം, തൻ്റെ ശത്രുക്കൾക്കായി. നഹൂം പ്രവചനം 1:2. അടുത്ത ചോദ്യം, ആരുടെ അധരമാണ് മുഴക്കം മൂലം വിറച്ചത്? ഉത്തരം, ഹബക്കുക്കിൻ്റെ പ്രവചനം 3:16. അടുത്ത ചോദ്യം, നിലത്തെ ഇഴജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചുകൊണ്ട് വരുന്നത് ആരാണ്? ഉത്തരം, ജാതികൾ. മീഖാ പ്രവചനം 7:16-17 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നത്? ഉത്തരം, മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ. യോനയുടെ പ്രവചനം 2-8 വാക്യം. പ്രവചന ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.